മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിൽ ഉൾപ്പെടുത്താതെ പോയ ചില രംഗങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ശ്രീനാഥ് ബാസി. ഗുണ കേവിൽ വീണ ശേഷമുള്ള സുഭാഷിൻ്റെ ചില രംഗങ്ങൾ ഉണ്ടായിരുന്നെന്നും എന്നാൽ ഷൂട്ട് ചെയ്ത ആ രംഗങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് ചിദംബരം തീരുമാനിക്കുകയായിരുന്നുവെന്നും ശ്രീനാഥ് പറഞ്ഞു. അങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണവും ഉണ്ടായിരുന്നെന്നും ശ്രീനാഥ് ബാസി പറയുന്നു. FTQ വിത്ത് രേഖാമേനോൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബാസി. ഗുഹയിൽ പെട്ടുപോയ ശേഷം എടുക്കുന്ന രംഗങ്ങളിലൊക്കെ നമ്മൾ ഫിസിക്കലായി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ബാക്ക് സൈഡിൽ പില്ലോ വെച്ച് ഒരു പ്രത്യേക രീതിയിൽ ഞാൻ നിൽക്കുന്ന രംഗങ്ങളൊക്കെയുണ്ട്. ആദ്യത്തെ ഷോട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഷൈജു ചേട്ടനും ചിദംബരവും ഒക്കെ സഹായിച്ചു. ഗുഹയിൽ പെട്ടുപോയ ശേഷം അവർ പറഞ്ഞു തന്നു, കുറേ കാര്യങ്ങൾ ചെയ്യണം, കുറേ ഇമോഷൻസ് വരണം. സുഭാഷ് അവിടെ കിടന്ന് പിച്ചും പേയും പറയുന്നതിൻ്റെയൊക്കെ ക്ലോസ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പിച്ചും പേയും പറയുന്നത് പല രീതിയിൽ എടുത്തിരുന്നു, പല എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ സൗബിൻ്റെ കുട്ടേട്ടൻ എന്ന കഥാപാത്രം എൻ്റെ അടുത്ത് എത്തുമ്പോൾ മാത്രമേ എന്നെ പ്രേക്ഷകർ കാണാവൂ എന്ന് ചിദംബരം തീരുമാനിച്ചു. അതുവരെ എന്നെ കാണരുത്, പിച്ചും പേയും പറയുന്നതേ കേൾക്കാവൂ എന്നായിരുന്നു ചിദംബരം പറഞ്ഞത്. ഷൂട്ടിൻ്റെ സമയത്ത് എൻ്റെ ചിന്തകളോ എൻ്റെ പ്രശ്നങ്ങളോ ഞാൻ മറന്നു. ഇതെൻ്റെ വർക്കാണ്. പൂർണ്ണമായി ആ രംഗങ്ങൾ മനോഹരമാക്കണം. സുഭാഷിൻ്റെ റോൾ എത്ര മനോഹരമാക്കാം എന്നാണ് ആലോചിച്ചത്. ഞാൻ സുഭാഷേട്ടനെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയ്യോ അത് ചോദിക്കല്ലേ ബാസി, എനിക്കിന്നുറങ്ങാൻ പറ്റില്ല എന്നാണ് ആദ്യം തന്നെ കണ്ടപ്പോൾ പറഞ്ഞത്. മഞ്ഞുമ്മൽ പെരുന്നാളിന് പോയിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. കുട്ടൻ ചേട്ടനെയും സിക്സൺ ചേട്ടനെയും ഒക്കെ കാണുന്നത് അവിടെ വെച്ചാണ്. ഞങ്ങൾ എല്ലാവരും അവരുടെ ഫാൻസായി മാറിയെന്ന് പറയാം. വല്ലാത്തൊരു പവറും ആറ്റിറ്റ്യൂഡുമൊക്കെ അവർക്കുണ്ട്. അവർ വലിയ ആളുകൾ തന്നെയാണ്. നമ്മുടെ അടുത്ത ആളുകളായിട്ടാണ് എനിക്ക് അവരെ തോന്നിയത്. അത്രയും അടുത്തു. മാത്രമല്ല അവരും വലിയ എക്സൈറ്റിംഗ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ് ഒരു തരത്തിൽ. ലൈവായി നമ്മൾ അവരെ കാണിക്കുകയാണ് അവർ നേരിട്ട ഒരു കാര്യം. അതൊരു ചലഞ്ചാണ്. അതേ ഡെപ്തിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ സാധിച്ചത് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ടുകൂടിയാണ്. വേറെയും ആളുകൾ ഈ സിനിമ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ചിദംബരം അത് ചെയ്തു. അമേസിംഗ് ഫിലിം മേക്കറാണ് അദ്ദേഹം. അതുപോലെ ഈ സിനിമയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ സൗബിൻ തയ്യാറായി. ഞങ്ങളെപ്പോലുള്ള ആളുകളെ വെച്ച് ഇത്രയും പണം മുടക്കാൻ അദ്ദേഹം തയ്യാറായി. അതൊന്നും ആരും ചെയ്യില്ല, ശ്രീനാഥ് ബാസി പറഞ്ഞു.